ഹർഫുൻ ജംഉഹു ഹുറൂഫ്. ഹർഫ് എന്ന് പറയുമ്പോൾ അക്ഷരം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ അർത്ഥം പറയാം. ഇപ്പൊ തജ്വീദ് പഠിക്കുമ്പോൾ ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ ഹർഫ് പ്രയോഗിക്കാറുള്ളത്. ഹുറൂഫുൽ ഹിജായിയ എന്ന് പറയുമ്പോൾ അക്ഷരമാല, ഹുറൂഫുൽ മദ് മദ്ദിന്റെ അക്ഷരങ്ങൾ, ഹുറൂഫുൽ ഹൽഖി തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ, ഇങ്ങനെ അലിഫ് ബ ത സ ഇങ്ങനെ ഒറ്റ അക്ഷരങ്ങൾക്കാണ് നമ്മൾ ഹർഫ് എന്ന് തജ്വീദിൽ പ്രയോഗിക്കാറുള്ളത്. എന്നാൽ ഇതേ പദം, ഈ ഹർഫ് എന്ന പദം ഗ്രാമറിലേക്ക്, അറബി ഗ്രാമറിലേക്ക് അല്ലെങ്കിൽ നഹ്വിലേക്ക് വരുമ്പോൾ അതൊരു ജുംലയുടെ ഭാഗമാണ്. ജുംല എന്ന് പറയുമ്പോൾ സെന്റൻസ്, ഒരു സെന്റൻസിന്റെ ഭാഗമാണ് ഹർഫ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഹർഫിന്റെ പ്രത്യേകത എന്താണ്? ഈ പറഞ്ഞ ആളുകളൊക്കെ തനിയെ നിൽക്കുമ്പോൾ അതിന് നമുക്ക് പ്രത്യേകിച്ച് എന്തുണ്ടാവില്ല, അർത്ഥമോ ആശയമോ ഒന്നും നമുക്ക് കിട്ടൂല. അതെപ്പോഴും ഒരു ഫിഅലിന്റെയോ ഇസ്മിന്റെയോ കൂടെ ചേർക്കുമ്പോഴാണ് നമുക്ക് അതിനൊരു അർത്ഥം ലഭിക്കുന്നത്. ഇപ്പൊ ആദ്യത്തെ കൂട്ടര് ഒരു പ്രിപ്പോസിഷൻ ആണ്, ഫി, മിൻ, ഇല എന്നുള്ളത്. ഇപ്പൊ അൽ മദ്രസ എന്ന് പറയുമ്പോൾ സ്കൂൾ എന്നേ ഉള്ളൂ. എന്നാൽ മിനൽ മദ്രസത്തി എന്ന് പറയുമ്പോൾ നമുക്ക് സ്കൂളിൽ നിന്ന് എന്ന അർത്ഥം നമുക്ക് ലഭിക്കുന്നു. തദ്ഹബു എന്ന് പറയുമ്പോൾ നീ പോകുന്നു എന്നാണ് അർത്ഥം. ലാ തദ്ഹബ് എന്ന് പറയുമ്പോൾ എന്തായി, നീ പോകരുത് എന്ന അർത്ഥം നമുക്ക് ലഭിക്കുന്നു. അൽ ബൈത്തു എന്ന് പറയുമ്പോൾ വീട് എന്നാണ് അർത്ഥം. എന്നാൽ ഇന്നൽ ബൈത്ത നളീഫുൻ എന്ന് പറയുമ്പോൾ എന്തായി, തീർച്ചയായും വീട് വൃത്തിയുള്ളതാണ് എന്നൊരർത്ഥം നമുക്ക്, അത് തീർച്ചയായും എന്നൊരർത്ഥം നമുക്ക് ഇന്ന ചേർക്കുമ്പോൾ ലഭിക്കുന്നു. അതേപോലെ തന്നെ രണ്ട് വാക്കുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ അല്ലെങ്കിൽ രണ്ട് ജുംലകളെ തമ്മിൽ തന്നെ കൂട്ടിയോജിപ്പിക്കാനൊക്കെയാണ് അറബി ഗ്രാമറിൽ ഈ ഹർഫുകൾ പ്രയോഗിക്കുന്നത്. ഇപ്പൊ കിതാബുൻ എന്ന് പറയുമ്പോൾ പുസ്തകം, കലമുൻ എന്ന് പറയുമ്പോൾ പേന, കിതാബുൻ വ കലമുൻ എന്ന് പറയുന്ന ആ ഒരു വാവ് അവിടെ ഇടയിൽ ചേർത്തെടുത്തപ്പോൾ എന്തായി, നമുക്ക് ആൻഡ് എന്നുള്ള ഒരു അർത്ഥം ലഭിക്കുന്നു, പുസ്തകവും പേനയും. ഇതാണ് നഹ്വിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹർഫ് എന്ന പദത്തിന്റെ ഒരു നിർവചനം.